പ്രൗഡ് അക്കൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് സൈക്കോളജി ഓവർ ട്രേഡിംഗ്. നിങ്ങൾക്കറിയാം സെബിയുടെ ഇപ്പോൾ പുതിയൊരു ന്യൂസ് വന്ന അനുസരിച്ച് ഇപ്പോൾ ഇൻട്രാലിലോ ഈ ഒരു ഓപ്ഷൻ ട്രേഡിങ്ങിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കൊരു ലോസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത് ഇങ്ങനെ ലോസ് വരാൻ കാരണം, അല്ലെങ്കിൽ എന്താണ്? അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യും, പ്ലാനിങ്സ്, ഇൻഡിക്കേറ്റേഴ്സ് ഇതെല്ലാം യൂസ് ചെയ്യുന്ന ഫണ്ടമെൻ്റൽ അനാലിസിസ് ഇതെല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് എങ്ങനെ ലോസ് വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ മൈൻഡ് എങ്ങനെയാണ്, നമ്മുടെ സൈക്കോളജി എങ്ങനെയാണ് ഈ ഒരു ട്രേഡിങ്ങിൽ നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത്, അത് ഭയങ്കര വലിയൊരു കാര്യമാണ്. ഒരുപാട് പേരിപ്പോൾ എന്നോടിപ്പോൾ സ്റ്റുഡൻസ് ഇങ്ങനെ മെസ്സേജ് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഓവർ ട്രേഡിങ് അല്ലെങ്കിൽ ആൻസൈറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുക, അങ്ങനെ ചെയ്ത് ഇങ്ങനെ നല്ല രീതിയിൽ ട്രേഡിങ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ നമ്മൾ പറയുന്ന പോയിന്റ്സ് നിങ്ങൾ വിചാരിക്കും അതൊക്കെ എനിക്കറിയാൻ തന്നെയാണ്, സിമ്പിളാണ്, പക്ഷേ നമ്മൾ ആരും അത് ലൈഫിൽ ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ പരമാവധി ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ ട്രേഡിങ് ചെയ്യുമ്പോൾ അതും കൂടി ശ്രദ്ധിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ മൈൻഡ് സെറ്റ് ആയാൽ തന്നെ, അല്ലെങ്കിൽ മൈൻഡിന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ തന്നെ ഈ ഒരു ട്രേഡിങ്ങിന് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ ഫസ്റ്റ് ആ ഒരു ഫാക്ട്സുകളാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് ഇമോഷണൽ കൺട്രോൾ. നിങ്ങൾക്കറിയാം നമുക്ക് ട്രേഡിങ് ചെയ്യുമ്പോൾ ഒരുപാട് ഫിയർ, ആൻസൈറ്റി, അതേപോലെ ഗ്രീഡി ആസ് എ ഹ്യൂമൻ എല്ലാവർക്കും ഉണ്ടായിരിക്കാം ഈ ഒരു പറയുന്ന ഇമോഷണൽ. ഇതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റണം, അല്ലെങ്കിൽ അതിന് ഓരോ പ്ലാനിങ്സും ഓരോ ലിമിറ്റും ആ ഒരു ടിപ്സൊക്കെ യൂസ് ചെയ്ത് അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മൾ മൈൻഡ് കൺട്രോൾ ചെയ്യുമ്പോഴേക്കും നമ്മൾ അതിന് ഓരോ പ്ലാനിങ്സും ടാർഗറ്റ്സൊക്കെ വെച്ച് അത് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ മൈൻഡ് സെറ്റ്. ഫസ്റ്റ് നമ്മുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ് നല്ല ഓക്കെ ആയിട്ട് നല്ല സിമ്പിളായിട്ട് ഇരിക്കുക, അതേപോലെ കൂടുതൽ ടെൻഷനില്ലാതെ അങ്ങനത്തെ ഒരു ടൈമിലൊക്കെ നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മൈൻഡ് സെറ്റ് എപ്പോഴും ക്ലിയർ ചെയ്ത് ഒരു ആൻസൈറ്റിയിലാണെങ്കിൽ ഒരു പേടിയിലാണ്ടോ അങ്ങനെ നമ്മൾ നല്ല ഇതിലിരിക്കുക. അതേപോലെ തന്നെ റിസ്ക് മാനേജ്മെൻറ്റ്. നിങ്ങൾക്കറിയാം നമ്മൾ ട്രേഡിങ് ചെയ്യുമ്പോൾ സ്ട്രാറ്റജിയുടെ അപ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് റിസ്ക് മാനേജ്മെൻറ്റ്. സ്റ്റോപ്പ് ലോസ് വയ്ക്കുക, അതുപോലെ ലിമിറ്റിംഗ് ട്രേഡ്, അതേപോലെ ഓവർ ട്രേഡിങ് ചെയ്യാതിരിക്കുക. അപ്പോൾ അങ്ങനെ ഒരുപാട് പോയിന്റ്സ് നമുക്ക് റിസ്ക് റിവാർഡിൽ ചെയ്യാനായിട്ട് പറ്റും. അത് ചെയ്താൽ തന്നെ നമ്മുടെ ലോസ് ഒരുപാട് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. അതേപോലെ ഡിസിപ്ലിൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു മങ്കി ട്രേഡർ ആവാതിരിക്കാൻ ഉദ്ദേശിക്കുക. അതായത് ഇപ്പോൾ നമ്മുടെ ആ ഒരു പ്ലാനിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോൾ മാർക്കറ്റ് മൂവ്മെൻറ്റ് അനുസരിച്ച് മേ ബി കോളും പുട്ടും മാറി അങ്ങോട്ട് ചാടി എടുക്കുക, അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുക. നമ്മുടെ പ്ലാൻ എന്താണോ, അല്ലെങ്കിൽ നമ്മൾ അന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ട്രേഡിങ് എങ്ങനത്തെ പ്ലാനിനനുസരിച്ച് എങ്ങനെ സ്ട്രാറ്റജി അനുസരിച്ചാണോ അത് വെച്ച് മാത്രം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ പേഷ്യൻസ്. നമ്മുടെ ആ ഒരു പോയിന്റ് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രാറ്റജി സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുന്ന ആ ഒരു പോയിന്റ് എത്തുമ്പോൾ മാത്രം ട്രേഡ് എടുക്കാനും പറ്റും. ഇമ്പൾസീവ് ആയിട്ടുള്ള ട്രേഡ്സ് എടുക്കാതിരിക്കുക, പെട്ടെന്നൊരു തോന്നൽ വന്നിട്ട് എടുക്കാതിരിക്കുക. അപ്പോൾ അതുപോലെ ഏത് മാർക്കറ്റ് ഇതായാലും, ഇപ്പോൾ വോളറ്റൈൽ ആയാലും സൈഡ് വേ ആയാലും ഏത് കണ്ടീഷൻ ആയാലും യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജീസ് സെറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സെൽഫ് അവയർനെസ് ഉദ്ദേശിക്കുന്നത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ നമുക്ക് ഏതൊക്കെ രീതിയിലാണ് ആ ഒരു മൈൻഡ് കൺട്രോൾ പോകുന്നത്, ഇങ്ങനത്തെ പോയിന്റ്സ് ഒക്കെ ശ്രദ്ധിക്കുക. നമ്മുടെ വീക്സും നമ്മുടെ സ്ട്രെങ്ത്തും ഒക്കെ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ട്രേഡ് ചെയ്യാനിരിക്കുക. അപ്പോൾ എങ്ങനെ നമുക്ക് മാക്സിമം ലെവലിൽ ചെയ്യാനായിട്ട് പറ്റും, നമ്മുടെ മൈൻഡിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും. പിന്നെ ഫോക്കസ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പോയിന്റിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ ഇടയിൽ മൈൻഡിനെ ഡിസ്റ്റർബ് ആക്കാതിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്ത്. ഇപ്പോൾ ഈ പറയുന്ന പോയിന്റ്സ് ഒക്കെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആലോചിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ, പക്ഷെ ആരും അത് ചെയ്യില്ല. അപ്പോൾ ഇതുപോലെ തന്നെ അഡാപ്റ്റബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് കറക്റ്റായിട്ടുള്ള ആ ഒരു മൂവ്മെൻറ്റ് അനുസരിച്ച് നമ്മുടെ ഇപ്പോൾ എന്തെങ്കിലും ചേഞ്ച് വരുത്തുന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്ട്രാറ്റജിയിൽ മാറ്റി കറക്റ്റായിട്ട് മുന്നോട്ട് പോവുക. എപ്പോഴും ആ ഒരു പോയിന്റ് തന്നെ നോക്കിയിരിക്കാതെ ഇപ്പോൾ മാർക്കറ്റിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നതിനനുസരിച്ച് സ്ട്രാറ്റജിയിലും ചെറിയ വ്യത്യാസങ്ങൾ വരുത്താം. അതുപോലെ റെസിലിയൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ ഒരു ഇതിൽ തന്നെ നിൽക്കുക, നമ്മുടെ ട്രെയിനിങ് എപ്പോഴും ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ പോകാനായിട്ട്, ആ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ട് വേല തന്നെ പോകാനായിട്ട് ശ്രമിക്കുക. കണ്ടിന്യൂസ് ആണ് നമ്മൾ, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരുപാട് പേര് ഓൾറെഡി അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മളൊരു പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിലുപരി നമ്മുടെ ഇൻഫർമേഷൻസ്, അല്ലെങ്കിൽ നമ്മുടെ നോളജ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ. അവോയ്ഡ് ഓവർ കോൺഫിഡൻസ്. എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്. പെട്ടെന്ന് നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയാൽ പിന്നെ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് ആവും, പിന്നെ നമ്മൾ ഇമ്പൾസീവ് ആയിട്ടുള്ള ട്രേഡ്സ് എടുക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഓവർ കോൺഫിഡൻസ് ഇല്ലാണ്ട് ഹമ്പിളായിട്ടിരിക്കുക. അപ്പോഴും നിങ്ങൾക്ക് ഈ പറയുമ്പോൾ നിങ്ങൾ ട്രേഡിങ്ങിന് നമ്മുടെ സൈക്കോളജി ഓവർ ട്രേഡിങ്ങിനെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെയാണ് സ്റ്റേ പ്രസൻറ്റ്. നമ്മൾ നല്ലൊരു മൈൻഡ് സെറ്റിൽ, നല്ലൊരു ഹമ്പിൾ മൈൻഡ് സെറ്റിൽ, അല്ലെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള മൈൻഡ് സെറ്റിൽ ഇരിക്കുക. ട്രേഡ് ചെയ്യാനായിട്ട് കൂടുതൽ ഒരു റിസ്ക് നമുക്ക് നമ്മുടെ മൈൻഡിലേക്ക് കൊടുക്കാതിരിക്കുക. നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ഫസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ തൊട്ട് തന്നെ സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കും. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിൽ എപ്പോഴും ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതേപോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ട്രേഡിങ്ങിൽ ഒരുപാട് മുന്നോട്ട് വരാനായിട്ട് പറ്റും. കാരണം ഒരു സ്ട്രാറ്റജി ക്ലിയർ ആക്കി ചെയ്യുന്നതിലുപരി നമ്മുടെ മൈൻഡ് സെറ്റിന് സെറ്റാക്കി ചെയ്താൽ തന്നെ
ആ ഒരു സൈക്കോളജി നോക്കി ചെയ്തിട്ട് തന്നെ നമുക്ക് ഒരുപാട് ഇതുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാനൊരു ട്രേഡ് സബ്മിറ്റിൽ പോയപ്പോൾ അവിടെ ഷിജുമോൻ സാറിൻ്റെ ആ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, കുറേ ബുക്കുകൾ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു സൈക്കോളജി എങ്ങനെ നമുക്ക് ശരിയാക്കുന്നത്. ഇപ്പോൾ ബെസ്റ്റ് ലൂസേഴ്സ് വിൻ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ബുക്കൊക്കെ, അതൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ബുക്സൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അതൊക്കെ വായിച്ച് നമ്മുടെ മൈൻഡിനെ സെറ്റാക്കുക, എങ്ങനെ നമുക്ക് ട്രേഡിങ്ങിൽ നമ്മുടെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും കൂടി പഠിക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ നല്ലൊരു ഉന്മേഷമാവട്ടെ. അപ്പോൾ ഒരുപാട് ട്രേഡ് ചെയ്യുന്നവർ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ സൈക്കോളജി കൺട്രോൾ ചെയ്യുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇതുപോലെ ഇൻഫർമേഷൻ വേണ്ടി ചാനൽ ഫോളോ ചെയ്യുക. ബൈ.